ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹപ്രദമായ ഈ നല്ല നിമിഷത്തിനായിട്ട് നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രവിക്കുന്ന ഓരോരുത്തരുടെ ഹൃദയങ്ങളിലും ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുമാറാകട്ടെ. ഇന്ന് വചനം ശ്രവിക്കുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹോന്നതങ്ങളിൽ വാസം ചെയ്യുന്ന അടിയങ്ങളുടെ കർത്താവേ, അടിയങ്ങളിതാ ദൈവമേ അപ്പൻ്റെ സന്നിധിയിലേക്ക് താഴ്മയായി കടന്നു വരുന്നു. അങ്ങയുടെ ദൈവമേ ആത്മാവ് ഞങ്ങളിൽ പ്രവർത്തിക്കണം. അങ്ങ് തന്നെ വചനം സംസാരിക്കുമാറാകണമേ. ഞങ്ങൾക്ക് ഈ വചനം ഹൃദയത്തിൽ ഗ്രഹിച്ചുകൊണ്ട് അതിൻ പ്രകാരം ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ തക്കവണ്ണം നീയോട് ഞങ്ങളെ സഹായിക്കണം. മാനവും മഹത്വവും അങ്ങെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇവിടെ ഇന്ന് വേദപുസ്തകം നമ്മളോട് സംസാരിക്കുന്നത് മിസ്പ, പ്രകാശത്തിൻ്റെ ഒരു കല്ല്. ഇപ്രകാരം ഒരു കല്ല് സ്ഥാപിക്കുന്നത് യാക്കോബും അവൻ്റെ അമ്മായിയപ്പൻ ലാബാനുമാണ്. എന്തുകൊണ്ടാണ് അവർ ഇപ്രകാരം ഒരു കല്ല് സ്ഥാപിക്കുന്നത്? എന്താണ് അവരുടെ ജീവിതത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ? കാരണം വേദപുസ്തകം നോക്കിക്കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ അനുദിനം വർദ്ധിച്ചു കൊണ്ടിരുന്നു. എപ്പോഴും പിണക്കങ്ങളും വഴക്കുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെയാണ് അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നത്. അതുകൊണ്ട് അവരൊരു കല്ല് അവിടെ സ്ഥാപിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. അങ്ങനെ കല്ല് സ്ഥാപിച്ചതിന് ശേഷം അവരെന്താണ് കൂമ്പാരം, മറ്റു കല്ലുകൾ കൊണ്ട് കൂമ്പാരം കൂട്ടുന്നതായിട്ടുള്ള ഒരനുഭവമുണ്ട്. ഇവിടെ ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായം അതിൻ്റെ 44-ാമത്തെ വാക്യം ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ആകയാൽ വരിക, ഞാനും നീയും തമ്മിലൊരു ഉടമ്പടി ചെയ്യുക, അത് എനിക്കും നിനക്കും മധ്യേ സാക്ഷിയായിരിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ഇവിടെ നമ്മൾ അപ്രകാരം ഒരു ഉടമ്പടി ചെയ്യുക. ഉടമ്പടി എന്ന് പറഞ്ഞാൽ രണ്ടുപേർ ചേർന്ന് നടത്തുന്നതായിട്ടുള്ളൊരു ഉടമ്പടിയാണ്. അത് ഒരിക്കലും അത് ഭേദിപ്പാൻ തക്കവണ്ണം സാധിക്കലില്ല. അപ്രകാരം ഒരു ഉടമ്പടിയിലേക്ക് എത്തണമെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ യാക്കോബ് ഒരു കല്ലെടുത്ത് തൂണായി നിർത്തി, കല്ല് കൂട്ടുവിൻ എന്ന് യാക്കോബ് അവൻ്റെ സഹോദരന്മാരോട് പറഞ്ഞു. അവർ കല്ലെടുത്ത് കൂമ്പാരമുണ്ടാക്കി കൂമ്പാരത്തിന്മേൽ വച്ച് അവർ ഭക്ഷണം കഴിച്ചു. ലാബാൻ അതിന് സാക്ഷ്യത്തിൻ്റെ കൂമ്പാരം എന്ന് പേരിട്ടു. ഇവിടെ സാക്ഷ്യത്തിൻ്റെ കൂമ്പാരം കൂട്ടുന്നതായിട്ടുള്ള അനുഭവം. കാരണം ദൈവം അവർക്ക് നടുവിലിരിക്കട്ടെ, പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകാതിരിപ്പാൻ ദൈവം അവിടെ ഇരിക്കട്ടെ എന്ന്, അല്ലെങ്കിൽ സാക്ഷിയായിട്ടിരിക്കട്ടെ എന്ന് അവർ അവിടെ ഒരു കല്ല് സ്ഥാപിക്കുന്നതായിട്ട് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. എന്താണ് മിസ്പ എന്ന വാക്കിൻ്റെ അർത്ഥം? ഇവിടെ നോക്കുകയാണ് എങ്കിൽ വാച്ച് ടവർ എന്നാണ് അതിൻ്റെ അർത്ഥമായിട്ട് കാണുന്നത്. എപ്പോഴും നോക്കുന്നതായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം. നാം എവിടെയായിരുന്നാലും ദൈവം നമ്മെ കാണുന്നു എന്ന് നാം ഓർത്തുകൊള്ളണം. നാം ഏത് പാപകരമായിട്ടുള്ള അവസ്ഥയിലായിരുന്നാലും, ഏത് പ്രതിസന്ധിയിലായിരുന്നാലും, എവിടെയായിരുന്നാലും നമ്മൾ പാപം ചെയ്യുകയും അല്ലെങ്കിൽ മറ്റ് കാര്യാദികൾ മുഴുകുകയും ചെയ്താൽ ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ രണ്ടുപേർ തമ്മിലുള്ള ബന്ധം വഷളാകാതിരിപ്പാൻ തക്കവണ്ണം അവരൊരു കല്ല് സ്ഥാപിക്കുന്നു. അത് ദൈവം അവരുടെ നടുവിലിരിക്കട്ടെ എന്ന് അവർ ചിന്തിക്കുന്നു, യാക്കോബും ലാബാനും. അതുപോലെ ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അനേകം വിവാഹ ബന്ധങ്ങൾ, അതുപോലെ തന്നെ അനേകം സുഹൃത്ത് ബന്ധങ്ങൾ, സഹോദര ബന്ധങ്ങൾ ശിഥിലമാകുവാൻ കാരണം എന്താണ്? കാരണം ദൈവം നടുവിൽ ഇല്ലാത്തത് കൊണ്ടാണ്. ഒരു വാച്ച് ടവർ അവിടെ ഇല്ലാത്തത് കൊണ്ടാണ്. ദൈവം നടുവിലുണ്ട് എങ്കിൽ സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെതായിട്ടുള്ള അനുഭവം ഉണ്ടാകും. ദൈവം നമ്മോട് കൂടെയുണ്ട് എങ്കിൽ ദൈവം സമാധാനത്തിൻ്റെ വഴിയെ നമ്മെ നയിക്കും. ദൈവം നമ്മുടെ ഭവനത്തിലുണ്ട് എങ്കിൽ
ആ ഭവനത്തിന് സമാധാനത്തിൻ്റെ അന്തരീക്ഷമുണ്ടാകും. എന്നാൽ പണ്ട് കാലങ്ങളിൽ നാം നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും പ്രാർത്ഥിക്കുന്നതായിട്ടുള്ളൊരു അനുഭവം ഉണ്ടായിരുന്നു. സന്ധ്യാസമയത്ത് തൻ്റെ കുഞ്ഞുങ്ങളെയും മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഭാര്യയെയും ഭർത്താവിനെയും എല്ലാവരെയും കൂട്ടി ഒരു കുടുംബ പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു. അവിടെ ദൈവം അവരുടെ ഭവനങ്ങളിൽ വസിച്ചിരുന്നു. എന്നാൽ കാലഘട്ടവും സാഹചര്യവും മാറിയപ്പോൾ ഇന്ന് പ്രാർത്ഥന ഇല്ലാത്തതായിട്ടുള്ളൊരു അവസ്ഥയാണ്. ദൈവം വസിക്കാത്ത ഒരു അനുഭവത്തിലേക്ക് ആയിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം നമ്മൾ നോക്കുകയാണ് എങ്കിൽ സഭയുടെ നടുവിൽ നിന്നുകൊണ്ട് ദൈവം അവരോട് വചനം സംസാരിച്ചു 7 സഭകളോട്. എന്നാൽ അവസാനത്തെ സഭയിലേക്ക് കടന്നു വരുമ്പോൾ വേദപുസ്തകം പറയുന്നത് കർത്താവ് വാതിൽക്കൽ നിന്ന് മുട്ടുന്നു എന്നാണ്. അതിനർത്ഥം ദൈവം പുറത്തേക്ക് പോയതായിട്ടുള്ളൊരു അവസ്ഥ, നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് ദൈവം വെളിയിലാക്കപ്പെട്ടതായിട്ടുള്ളൊരു അവസ്ഥയിലാണ് കടന്നു പോകുന്നത്. എന്നാൽ കർത്താവ് നമുക്ക് നടുവിലുണ്ട് എങ്കിൽ സമാധാനത്തിൻ്റെ ഒരു അനുഭവം, സന്തോഷത്തിൻ്റെ ഒരു അനുഭവം നമ്മുടെ കുടുംബ ജീവിതങ്ങളിൽ കൈവരിപ്പാൻ തക്കവണ്ണം നമുക്ക് സാധ്യമായി തീരും. അവനെപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നു. മുപ്പിരിച്ചരട് അറ്റുപോകയില്ല. നിങ്ങളും നിങ്ങളുടെ ഭാര്യയും അല്ലെങ്കിൽ മറ്റ് സഹോദരങ്ങൾ എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, ആ ബന്ധങ്ങൾ വഷളാകാതിരിക്കണമെങ്കിൽ അതിൻ്റെ നടുവിൽ കർത്താവായ യേശു ക്രിസ്തു പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള സാഹചര്യമുണ്ട്. അപ്രകാരം ക്രിസ്തു ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് നമ്മൾ ഓർത്തുകൊള്ളണം. ക്രിസ്തു ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് നാം ഓർത്തുകൊള്ളണം. ക്രിസ്തു വെളിച്ചമായിരിക്കുന്നത് കൊണ്ട് ആ വെളിച്ചം നാം മറ്റുള്ളവരിലേക്ക് പകരണം. അപ്രകാരം ഒരു അവസ്ഥയിലേക്ക് നാം കടന്നു വരണം. ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇപ്രകാരം ഇവിടെ അവർ കല്ല് നാട്ടിയപ്പോൾ അവരുടെ ജീവിതങ്ങളിലേക്ക് സമാധാനത്തിൻ്റേതായിട്ടുള്ളൊരു അനുഭവം ഉണ്ടാകുകയും അവർ എപ്പോഴും ആ ഉടമ്പടി ഓർക്കുകയും ചെയ്യുന്നതായിട്ടുള്ള സാഹചര്യമാണ്. എന്നാൽ ലോകത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ്? മക്കളെയോ അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങളെയോ ഒന്നും വലുതായിട്ട് കാണാതെ മറ്റ് ലൗകികപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പോകുന്ന യുവതലമുറകളെ നമുക്കിന്ന് കാണുവാൻ തക്കവണ്ണം സാധിക്കും. ഇന്ന് കോടതി വരാന്തകളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അനേകം ഡൈവോഴ്സ് കേസുകളെ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? കാരണം ദൈവം നടുവിൽ ഇല്ലാത്തത് കൊണ്ടാണ്. ദൈവവുമായിട്ട് ഒരു ബന്ധം ഇല്ലാത്തത് കൊണ്ടാണ്. വിവാഹ ജീവിതം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വിവാഹബന്ധമെന്ന് പറയുന്നത് ശ്രേഷ്ഠമുള്ളതാണ്, മാന്യമായിട്ടുള്ളൊരു കാര്യമാണ്. അത് നമ്മൾ ഓർത്തുകൊള്ളണം. എന്നാൽ ഇന്ന് പലരുടെയും അവസ്ഥ എന്താണ്? ദൈവവചനം മനസ്സിലാക്കാതെ ദൈവവുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കാതെ മുന്നോട്ട് പോകുന്നതായിട്ടുള്ളൊരു സാഹചര്യം, അത് വീണു പോകുന്നതായിട്ടുള്ളൊരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ആ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ലോകത്തിൻ്റെ വെളിച്ചമായിട്ടുള്ള ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവർത്തിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നന്മ അനുഭവിപ്പാൻ തക്കവണ്ണം സാധിക്കും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിൻ്റെ പ്രഭു. അപ്രകാരം സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ നിലനിൽക്കുന്നതായിട്ടുള്ള ഒരവസ്ഥയുണ്ടാകും. അപ്രകാരം ക്രിസ്തു നമ്മളിൽ പ്രവർത്തിക്കണമെന്നുണ്ട് എങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്ന ഒരനുഭവം നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടായിരിക്കണം. ഇവിടെ യാക്കോബും ലാബാനും അവർ 2 സ്വഭാവമുള്ളവരായിരുന്നിട്ട് കൂടെ, 2 വ്യക്തിത്വങ്ങളായിരുന്നിട്ട് കൂടെ, അവർ തമ്മിലുള്ള ശത്രുതകൾക്ക് പല കാരണങ്ങൾ ഉണ്ടായിട്ട് കൂടെ, അവർ തമ്മിലുള്ള ശത്രുതകൾക്ക് പല കാരണങ്ങൾ ഉണ്ടായിട്ട് കൂടെ അവരെന്ത് ചെയ്തില്ല? അവർ ദൈവത്തിൽ നിന്നുള്ള ബന്ധം വിട്ടുകളഞ്ഞില്ല. അവരൊരു കല്ല് അവരുടെ നടുവിൽ സ്ഥാപിക്കുന്നതായിട്ട്
നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. അപ്രകാരം കല്ല് നമ്മുടെ നടുവിലിരിക്കുമ്പോൾ ദൈവം നമ്മെ നോക്കുന്നു എന്ന് നമ്മൾ ഓർത്തുകൊള്ളണം. കർത്താവായ യേശുക്രിസ്തു നമ്മെ എപ്പോഴും നോക്കുന്നു എന്ന് നാം ഓർത്തുകൊള്ളണം. ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം നമ്മളോട് സംസാരിക്കുന്നു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം സംസാരിക്കുന്നു. ഈ ഇരുണ്ട് കിടന്നതായിട്ടുള്ള ലോകത്തിൽ ഒരു മാറ്റം സൃഷ്ടിക്കുവാൻ തക്കവണ്ണം കർത്താവായ യേശുക്രിസ്തു കടന്നു വന്നു. കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൻ്റെ വെളിച്ചമാണ്. ആ വെളിച്ചം നിങ്ങളുടെ ഹൃദയത്തിലിരുന്നാൽ നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകാതെ ദൈവം അതിനെ കരുതിക്കൊള്ളും, ദൈവം അതിനെ നടത്തിക്കൊള്ളും. അപ്രകാരം ആ വെളിച്ചം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടോ? അപ്രകാരം ഒരു കല്ല് നിങ്ങൾ സ്ഥാപിക്കുന്നുണ്ടോ? അപ്രകാരമുള്ളൊരു ഓർമ്മക്കല്ല് ക്രിസ്തുവുണ്ടോ? മിസ്പ വാച്ച് ടവർ നിങ്ങളെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ പലരും വെഡ്ഡിങ് ആനിവേഴ്സറികളിലും അതുപോലെ തന്നെ ബർത്ത്ഡേ പാർട്ടികളിലും ഒക്കെയും ഗിഫ്റ്റുകൾ കൊടുക്കാറുണ്ട്. ആ ഗിഫ്റ്റുകളിലൊക്കെയും മിസ്പ എന്ന് എഴുതിയിരിക്കും. കാരണം ഒരു സാക്ഷ്യം, ഒരിക്കലും വിട്ടുപോകാത്തൊരു ബന്ധം അത് നിലനിൽക്കണമെന്നുണ്ട് എങ്കിൽ ദൈവം എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ എഴുതി കൊടുക്കുക മാത്രമല്ല, അത് നമ്മുടെ ഹൃദയങ്ങളിലും ഉണ്ടായിരിക്കണം, അത് നമ്മുടെ ജീവിതങ്ങളിലും ഉണ്ടായിരിക്കണം. പഴയ കാലഘട്ടത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ പിതാക്കന്മാർ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിന് വേണ്ടി അനുദിനം പോരാടുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ ഹൃദയങ്ങളിൽ ആ വെളിച്ചമുണ്ടായിരുന്നു. അവരുടെ ഹൃദയങ്ങളിൽ മാറ്റത്തിൻ്റെതായിട്ടുള്ളൊരു അനുഭവം ഉണ്ടായിരുന്നു. അവിടെ ഹൃദയങ്ങളിൽ കർത്താവായ യേശുക്രിസ്തു പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. നിന്റെ തലയിൽ നിന്ന് ഒരു തലമുടി നാര് പോലും താഴെ വീണു പോയാൽ അതറിയാവുന്നുള്ളൊരു ദൈവമാണ് നിന്റെ കൂടെ ഇരിക്കുന്നത്. നിന്റെ തലയിൽ നിന്ന് ഒരു തലമുടി നാര് പോലും താഴെ വീണു പോയാൽ അറിയാവുന്നുള്ളൊരു ദൈവമാണ് നീ സ്തുതിക്കുന്നത്. കാരണം നിന്റെ തലമുടി നാര് വരെ കൃത്യമായിട്ട് എണ്ണി തിട്ടപ്പെടുത്തി നിന്നെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ പൈതലാണ് എന്നുള്ളൊരു ബോധം നിന്നിലുണ്ടായിരിക്കണം. നീ ഇന്ന് ലൗകിക കാര്യങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ, ലോകത്തിൻ്റെ മോഹങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ നീ ഓർത്തുകൊള്ളണം, നിനക്കെല്ലാ സുഖ സൗകര്യങ്ങളും വച്ച് നീട്ടുന്നത് നിന്റെ ശത്രുവാണ്. നിന്നെ തകർക്കുവാൻ ശ്രമിക്കുന്ന ശത്രുവാണ് നിനക്കതൊക്കെയും നൽകുന്നത്. എന്നാൽ നിന്നെ സ്നേഹിക്കുന്ന അരുമ പിതാവ് ക്രിസ്തു എന്ന ആ കുഞ്ഞാട്, അവൻ നിന്നിൽ വെളിച്ചമാകുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നു. നിന്റെ ജീവിതത്തിൽ സമാധാനം നൽകുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നു. അവനെപ്പോഴും നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. നീ നിന്റെ ജീവിതത്തിൽ നിന്ന് വ്യതിചലിച്ച് നിന്നുകൊണ്ട് ആ കർത്താവിലേക്ക് വരുമെന്ന് അവൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. സ്വർഗം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു. നിന്റെ പാപപങ്കുലമായിട്ടുള്ള ജീവിതത്തിൽ നിന്ന് വ്യതിചലിച്ച് എപ്പോഴെങ്കിലും കർത്താവിൻ്റെ അരികിലേക്ക് കടന്നു വരുമെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ സമാധാനത്തിന് വേണ്ടി അവരൊരു കല്ല് നാട്ടിയപ്പോൾ നിന്റെ ഹൃദയത്തിൽ, നിന്റെ ജീവിതത്തിൽ നീ സമാധാനത്തിനായിട്ടൊരു കല്ല് നാട്ടണം. അത് നിനക്ക് സ്മാരകമായിരിക്കണം, എപ്പോഴും ഓർമ്മയിലുണ്ടായിരിക്കണം. മിസ്പ, കർത്താവ് നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇറ്റ്സ് എ വാച്ച് ടവർ. അവൻ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്രകാരം ഒരു ഉടമ്പടി നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. അപ്രകാരം ദൈവവുമായിട്ടൊരു ഉടമ്പടി നിന്റെ ഹൃദയത്തിലുണ്ടായിരിക്കണം. അപ്രകാരം നീ ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ ആ ക്രിസ്തു നിനക്ക് സമാധാനം നൽകും. ഈ ലോകത്തിൻ്റെ പലവിധമാകുന്ന പ്രതിസന്ധികൾ വരാം. നീ സ്നേഹിക്കുന്ന ബന്ധുജനങ്ങളിൽ നിന്ന് നിനക്ക് പോരാട്ടങ്ങൾ വരാം.
അപ്പോഴും നടുവിൽ നീ ഓർത്തുകൊള്ളണം, നടുവിൽ നീ ഓർത്തുകൊള്ളണം, ദൈവം നിന്റെ നടുവിലുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെയും പരിഹരിപ്പാൻ തക്കവണ്ണം ദൈവത്തിന് സാധിക്കുമെന്ന് നീ ഓർത്തുകൊള്ളണം. നീ സ്വന്തം ചിന്തയിൽ തീരുമാനങ്ങളെ എടുക്കാതെ ദൈവം പ്രവർത്തിക്കുന്നതിനു വേണ്ടി നാം കാത്തിരിക്കണം. യാക്കോബ് ലാബാന്റെ അരികിൽ നിന്ന് പുറപ്പെട്ട് തിരിച്ച് ഏശാവിനെ കണ്ടുമുട്ടുന്ന ആ സാഹചര്യത്തിൽ അവൻ ദൈവം പ്രവർത്തിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥനയോടുകൂടെ കാത്തിരുന്നു. അതുപോലെ നാമും പ്രാർത്ഥനയോടുകൂടെ കാത്തിരിക്കണം. കർത്താവായ യേശുക്രിസ്തു നമ്മിൽ പ്രവർത്തിപ്പാൻ തക്കവണ്ണം, കർത്താവായ യേശുക്രിസ്തു നമ്മിൽ ഉണ്ടായിരിക്കുന്ന, ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന ഭാരങ്ങളും ബന്ധത്തിലെ വിള്ളലുകളും തീർക്കുവാൻ തക്കവണ്ണം നാം കാത്തിരിക്കണം. മനുഷ്യനും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വിള്ളൽ വീണപ്പോൾ കർത്താവായ യേശുക്രിസ്തു അവിടെ ആ വിള്ളൽ ഉണ്ടാകുന്നതിന് മുമ്പായിട്ട് തന്നെ, ആ വിള്ളൽ ഉണ്ടായപ്പോൾ അവിടെ ഒരു പാലം തീർക്കുന്ന ഒരനുഭവം ഉണ്ടായി. ഇന്ന് ഏത് മനുഷ്യനും രക്ഷയിലേക്ക് കടന്നു ചെല്ലാം. കാരണം ലോകത്തിൻ്റെ വെളിച്ചമായ ക്രിസ്തു അത് ചെയ്തിരിക്കുന്നു. ഇവിടെ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം പറയുന്നു, ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ നീ അറിയുന്നുണ്ട് എങ്കിൽ ആ നിത്യജീവൻ അവകാശമാക്കുവാൻ തക്കവണ്ണം നിനക്ക് സാധ്യമായി തീരും. നിന്റെ ഹൃദയത്തിൽ ബന്ധങ്ങൾ വഷളാകുമ്പോൾ, ബന്ധങ്ങൾ പലവിധമാകുന്ന ഭാരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ബന്ധങ്ങളിൽ വിള്ളലുകൾ സംഭവിപ്പാതിരിപ്പാൻ തക്കവണ്ണം അതിൻ്റെ നടുവിലേക്ക് ക്രിസ്തുവാകുന്ന സാക്ഷി വരികയാണ് എങ്കിൽ അവൻ സമാധാനത്തിൻ്റെ ആ ഒരു അനുഭവം നിൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. അപ്രകാരം ഒരു അനുഭവം നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ കൽപ്പനകളെ അനുസരിക്കണം. നിങ്ങൾ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ, ക്രിസ്തു നിങ്ങൾക്ക് തണലായിരിക്കണമെന്നുണ്ട് എങ്കിൽ, ക്രിസ്തു നിങ്ങൾക്ക് മധ്യേ കാവലാളായിരിക്കണമെന്നുണ്ട് എങ്കിൽ, നീ ദൈവത്തിൻ്റെ ഹിതം അറിഞ്ഞ് പ്രവർത്തിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്ന ഒരു പൈതലായിരിക്കണം. എപ്രകാരമാണ് നീ ദൈവത്തിൻ്റെ പൈതലായിരിക്കാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നത്? നീ ദൈവത്തിൻ്റെ പൈതലാണ് എങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു വരണം. അപ്രകാരം ഒരു അനുഭവം നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, മാറ്റത്തിൻ്റെതായിട്ടുള്ളൊരു അനുഭവം നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, കൽപ്പനയുടെ വഴിയെ നീ ഓടുന്ന ഒരു അനുഭവത്തിലേക്ക് വരുമ്പോൾ, കൽപ്പനകളെ നോക്കി ജീവിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വരുമ്പോൾ, തീർച്ചയായിട്ടും നിനക്ക് നന്മ പ്രാപിപ്പാൻ തക്കവണ്ണം സാധിക്കും. നന്മയുടെ ഒരു അനുഭവം നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും. അനുഗ്രഹത്തിൻ്റെതായിട്ടുള്ളൊരു അനുഭവം നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും. നിൻ്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുന്ന ഒരു അനുഭവം നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ താഴോട്ടുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനകളെക്കുറിച്ചാണ് അവിടെ വചനം സംസാരിക്കുന്നത്. ദൈവത്തിൻ്റെ 10 കൽപ്പനകൾ അവിടെ വ്യക്തമായിട്ട് എഴുതി നൽകിയിരിക്കുന്നു. അതനുസരിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നിന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും, നിനക്ക് നന്മയുണ്ടാകുമെന്ന് വേദപുസ്തകം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ സ്വന്തം കൈപ്പട കൊണ്ട് എഴുതിയതായിട്ടുള്ള കൽപ്പനയാണ് നീ അനുസരിക്കേണ്ടത്. അല്ലാതെ ഇന്ന് ലോകത്തിൽ കാണുന്ന മാനുഷിക കൽപ്പനകളല്ല. അതുകൊണ്ട്
ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൽപ്പനകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിതം നയിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു വരണം. ദൈവവുമായിട്ട് ഒരു ഉടമ്പടി ചെയ്യുന്നതായിട്ടുള്ളൊരു അനുഭവത്തിലേക്ക് കടന്നു വരണം. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുകയാണ് എങ്കിൽ, ദൈവത്തിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുകയാണ് എങ്കിൽ, തീർച്ചയായിട്ടും തീരുമാനങ്ങളെ ക്രിസ്തു എടുക്കുന്നതായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാകും. പ്രകാശത്തിൻ്റെ ഒരു അനുഭവം നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും. നമ്മൾ പലപ്പോഴും ക്രിസ്തുവിന് സമയം കൊടുക്കാത്തത് കൊണ്ട് പല പ്രതിസന്ധികളും ഉണ്ടാകുന്നതായിട്ടുള്ള സാഹചര്യമുണ്ട്. ക്രിസ്തുവിനെ നമ്മൾ സ്നേഹിക്കുകയും ക്രിസ്തുവിൻ്റെ വഴിയെ നടക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇവിടെ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കാത്തതായിട്ടുള്ളൊരു സാഹചര്യം യാക്കോബിനുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ വചനം നോക്കാതെ ജീവിക്കുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. എന്നാൽ ദൈവത്തെ അറിഞ്ഞതു മുതൽ അവൻ ദൈവം എപ്രകാരമാണോ അവൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്, അവൻ്റെ ജീവിതത്തെ തന്നെ അവൻ സമർപ്പിക്കുന്നതായിട്ടുള്ളൊരു സാഹചര്യം നമുക്ക് കാണുവാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ഇന്ന് നീ ദൈവവചനം കേൾക്കുന്നുണ്ട് എങ്കിൽ നിൻ്റെ സ്വയ തീരുമാനങ്ങളിൽ നിന്ന് മാറിക്കൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുകയും ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നു വരണം. അതുപോലെ തന്നെ നിൻ്റെ നടുവിൽ, നിൻ്റെ ജീവിതത്തിൽ, നിൻ്റെ ഹൃദയത്തിൽ ഒരു സ്മാരക കല്ല് എപ്പോഴും ഉണ്ടായിരിക്കണം. അത് ഓർത്തുകൊള്ളണം. മിസ്പ, ദൈവം നിൻ്റെ വാച്ച് ടവർ ആയിരിക്കുന്നു. ദൈവം നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നീ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പനകളിലൂടെ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ട് കൽപ്പന അനുസരിക്കുന്ന ഒരു ദൈവ പൈതലായിട്ട് ഈ ലോകത്തിൽ വിളങ്ങി ശോഭിപ്പാൻ തക്കവണ്ണം നിനക്ക് സാധ്യമായി തീരും. സമാധാനത്തിൻ്റെ ഒരു അനുഭവം നിൻ്റെ ഹൃദയത്തിലുണ്ടാകട്ടെ. സമാധാനത്തിൻ്റെ ഒരു അന്തരീക്ഷം നിൻ്റെ ജീവിതത്തിലുണ്ടാകട്ടെ. അപ്രകാരം ഒരു സ്മരണക്കല്ല് നീ സ്ഥാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. തീർച്ചയായിട്ടും ദൈവം നിന്നെ സഹായിക്കും. ദൈവം നിന്നെ വഴി നടത്തുമാറാകട്ടെ. ആ ദൈവിക സമാധാനം നിൻ്റെ ഹൃദയത്തെ സന്ദർശിക്കുമാറാകട്ടെ. അപ്രകാരം നിൻ്റെ മധ്യേ ഈ ലോകത്തിൻ്റെ വെളിച്ചമാകുന്ന ക്രിസ്തു നിൻ്റെ മധ്യേ ഇരിക്കട്ടെ. ഇവിടെ അപ്രകാരം ക്രിസ്തു നിൻ്റെ മധ്യയുണ്ട് എങ്കിൽ നീ മറ്റെല്ലാവർക്കും ഒരു പ്രകാശമായിരിക്കും, മറ്റെല്ലാവർക്കും ഒരു സമാധാനമായിരിക്കും, മറ്റെല്ലാവർക്കും നീ ഒരു സന്തോഷമായിരിക്കും. നിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനങ്ങളൊക്കെയും മറ്റുള്ളവർക്ക് ആനന്ദകരമായിരിക്കും. അപ്രകാരമായിരിക്കണമെങ്കിൽ ക്രിസ്തു നിൻ്റെ നടുവിൽ ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തു അപ്രകാരം നിന്നെ സഹായിക്കുമാറാകട്ടെ, നിന്നെ കരുതുമാറാകട്ടെ, നിന്നെ വഴി നടത്തുമാറാകട്ടെ. എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും, എല്ലാ ലൗകിക മോഹങ്ങളിൽ നിന്നും ദൈവം നിന്നെ വിടുവിക്കട്ടെ. ദൈവം നിന്നെ വഴി നടത്തട്ടെ. ദൈവം നിന്നെ കരുതുമാറാകട്ടെ. അപ്രകാരം നിൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുക. ദൈവം നിന്നെ സഹായിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.